ലാൽ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം 22-ാം ദിനത്തിലേക്ക് കടക്കുന്നു. 21-ാം ദിനത്തിലും സിനിമയ്ക്ക് തീ പോലെയുള്ള ബുക്ക് കളക്ഷൻ തന്നെയാണ് വന്നത്. വലിയ രീതിയിൽ 1 കോടിയൊന്നും തൂക്കിയെന്നല്ല പറഞ്ഞു വരുന്നത്. 22-ാം ദിനം ഓടുമ്പോൾ ഒരു സാധാരണ ഫാമിലി സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാളും ഏറെ മുകളിലാണ് കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. ട്രാക്കേഴ്സ് പറയുന്നു 22,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത്. പല കണക്കുകളും പറയുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ഇത്രയും ടിക്കറ്റുകളല്ലേ വിറ്റുപോയുള്ളൂ എന്ന് ചോദിക്കരുത്. അത് ബുക്ക് മൈ ഷോ മാത്രമല്ല, ഇത് മാത്രമല്ലാത്ത പല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളുമുണ്ട്. അതല്ലാതെ ഡയറക്റ്റും ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഡയറക്റ്റ് ബുക്കിംഗ് ഒന്നും ആയിരിക്കില്ല ഇവർ ഈ പറഞ്ഞ പോലെ ട്രാക്ഡ് കളക്ഷൻസിൽ എടുക്കുന്നത്. അപ്പോൾ പല സോഴ്സിലൂടെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് പല ആപ്പിലൂടെയുള്ള, അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. 22,193ഓളം ടിക്കറ്റുകൾ ഇന്നലെ വിറ്റുപോയതായിട്ടാണ് പ്രമുഖ ട്രാക്കർ പുറത്തുവിടുന്നത്. അതും 772 ഷോകളാണ് അവർ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ഏകദേശം 12% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് അവർ പുറത്തുവിട്ട കണക്കുകളെങ്കിൽ 35,11,462 രൂപയാണ് അവർ കളക്ഷനായി പുറത്തുവിട്ടത്. അതായത് സിനിമ ഇന്നലെയും 45-50 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. ഇന്ന് 22-ാം ദിനത്തിലും സിനിമയ്ക്ക് തുടക്കം മികച്ചു തന്നെയാണ്. ഇതുവരെ 1,50,000 രൂപ കടന്നിരിക്കുകയാണ്. 800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പറയുന്നു. മോർണിംഗ് സെക്ഷനാണ്, രാവിലെ 8 മണി 9 മണി സമയത്തുള്ള കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡായിട്ട് സിനിമ 75 കോടി ലക്ഷ്യം വെച്ച് പോവുകയാണ്. 72.5 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. മോഹൻലാലിൽ നിന്ന് വന്ന ഈ ഒരു ചിത്രം ഫാമിലി പ്രേക്ഷകരെ എത്രത്തോളം സംതൃപ്തിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കാണുകയാണ്. എന്താണേലും സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് എന്നും ലഭിക്കുന്ന ആ ഒരു കുളിർമ ഈ ഒരു സിനിമയിലും ലഭിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇത്രത്തോളം ദിവസങ്ങളായി ഇവിടുത്തെ തിയേറ്ററുകളിൽ ഓടുന്നതും ഒപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നതും. ഒരുപക്ഷെ പലപ്പോഴും തള്ളുകളായി വരുന്ന സിനിമകൾ പോലെയാണ് വരുന്നതെങ്കിൽ എങ്ങനെ ഇരുന്നേനെന്നുള്ളത് ഇതിനോടകം തന്നെ അറിയാവുന്നതാണ്. ഇത് ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകർക്കും നമുക്ക് ഒരു അഭിപ്രായം തന്നെയുള്ളൂ, വേറെ ഒന്നുമല്ല. നല്ല ഒരു സിനിമ, അതിഭീകര സിനിമയെന്നും ആരും വാഴ്ത്തപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു നല്ല സിനിമയെന്ന് എല്ലാവരും പറയുകയും ചെയ്തു. അതുതന്നെയാണ് ഒരു ഫാമിലി സിനിമയായി ഈ സിനിമ മാറിയതും. എന്തായാലും മോഹൻലാലിൽ നിന്നുള്ള രംഗങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി ടോട്ടലി സിനിമ വലിയ രീതിയിൽ ഇൻട്രസ്റ്റിംഗുമാക്കി. ഇനിയും സിനിമ 80 കോടിയും കടന്ന് 100 കോടിയിലേക്ക് എത്തുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്. നമുക്കറിയാം, ഒരു ലോങ് റൺ തന്നെ നൽകുകയാണെങ്കിൽ സിനിമ അങ്ങനെ തന്നെ പോകും. പല സ്ഥലത്തും സിനിമയുടെ റിലീസുകൾ ഇനിയും തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ പൂർണ്ണ സംതൃപ്തിയാണ് സാധാരണ പ്രേക്ഷകന് നൽകുന്നത്. ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെട്ടവരുമൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമ ഇന്നും തിയേറ്ററിൽ നല്ല ലെവലിൽ ഓടുന്നതിൻ്റെ തെളിവ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ലാൽ സലാം.